പ്രവാസി ക്ഷേമത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ചില പദ്ധതികളുണ്ട്. ഓരോ പ്രവാസിയും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും എടുത്തിരിക്കേണ്ടതുമായിട്ടുള്ള പദ്ധതിയാണവ. നമുക്കിതൊക്കെ എപ്പോഴാ ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിൽ ഒന്നാമത്തേതാണ് പ്രവാസി ക്ഷേമ പെൻഷൻ. 2 വർഷം പ്രവാസം പൂർത്തിയാക്കിയിട്ടുള്ള ഏതൊരാൾക്കും ഇവിടെ നിന്നിട്ടോ നാട്ടിൽ നിന്നിട്ടോ നമുക്ക് ഈ പദ്ധതിയിൽ അംഗമാവാൻ സാധിക്കും. 60 വയസ്സ് കഴിഞ്ഞാൽ പ്രതിമാസം 8,000 രൂപ വരെ പെൻഷൻ തുകയായിട്ട് ലഭിക്കും. രണ്ടാമത്തതാണ് പ്രവാസി ID കാർഡ്. എന്തെങ്കിലും ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു പ്രിവിലേജ് കാർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളതാണ് പ്രവാസി ക്ഷേമ ഇൻഷുറൻസ് എന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. പ്രതിമാസം 699 രൂപ മാത്രം പ്രീമിയം തുക അടച്ചുകൊണ്ട് 2 ലക്ഷം രൂപ വരെ കവറേജ് കിട്ടുന്ന പോളിസിയാണിത്. ഇത് നിലവിൽ പ്രവാസി ആയിട്ടുള്ള ആളുകൾക്കാണ് എടുക്കാൻ സാധിക്കുക. പിന്നെ വരുന്നത് സാന്ത്വനം പദ്ധതിയാണ്. ഇതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് അസിസ്റ്റൻസ്, മാരേജ് അസിസ്റ്റൻസ്, ട്രീറ്റ്മെന്റ് എന്നിവ പോലെയുള്ളവർക്ക് 50,000 രൂപ വരെ ധനസഹായം ലഭിക്കും, വെറും രജിസ്ട്രേഷൻ കൊണ്ട് മാത്രം. ഇനി പ്രവാസം മതിയാക്കി നമ്മൾ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരള സർക്കാർ 18% സബ്സിഡിയോടുകൂടി ലോൺ തരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ കാരുണ്യ പദ്ധതിയിൽ അംഗമായാൽ മതി. ഇതെല്ലാം നമ്മുടെ അടുത്തുള്ള പ്രവാസി സേവാ കേന്ദ്ര വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പദ്ധതിയെല്ലാം.